ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ തിരുവചനം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ, കർത്താവ് ദയാലുവെന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവ് പറയുകയാണ്, മായമില്ലാത്ത പാൽ കുടിക്കാൻ വാഞ്ചിക്കണം. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകളിൽ കിട്ടുന്ന പാലൊക്കെ മായമുള്ളതാണ്, മായം ചേർത്ത പാലാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, പാക്കറ്റ് പാലൊക്കെ ഒത്തിരി മായമുള്ളതാണെന്നാണ് പലരും പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് കിട്ടുന്ന നമ്മൾ എവിടുന്ന് മേടിക്കുന്ന പാലും അതിനകത്തെല്ലാം മായമുണ്ട്. മായമില്ലാത്ത പാൽ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ ഉള്ളപ്പോൾ കർത്താവ് പറയാം, നിങ്ങൾ മായമില്ലാത്ത പാൽ കുടിക്കാൻ വാഞ്ചിക്കുവീൻ എന്ന് പറയാ. ഇത് കർത്താവ് ഇവിടെ പറയുന്നത്, തിരുവചനം ഇവിടെ പറയുന്നത് വചനമെന്ന മായമില്ലാത്ത പാലിനെ കുറിച്ചാണെന്ന് മുകളിലെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും. അപ്പോൾ വചനം എന്ന മായമില്ലാത്ത പാല് എന്തിനാണ് നമ്മൾ കുടിക്കേണ്ടത്? എന്തിനു വേണ്ടിയാണ് ഈ പാല് നമ്മൾ കുടിക്കുന്നത്? ഈ പാല് കുടിക്കുന്നത് നമ്മുടെ അകത്തെ മനുഷ്യ ശക്തിപ്പെടാൻ. പ്രിയമുള്ളവരെ, നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്, ആ മനുഷ്യ ശക്തിപ്പെടണം. ആ ആത്മീയ മനുഷ്യന് വളർച്ച ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നുവെച്ച് പറയാം, കർത്താവ് ദയാലു എന്ന് നാം ആസ്വദിച്ചിട്ടുണ്ടല്ലോ. പ്രിയമുള്ളവരെ, കർത്താവിനെ നമ്മൾ ആസ്വദിക്കുന്നത് തിരുവചനത്തിലൂടെയാണ്. തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ, തിരുവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ, തിരുവചനം നമ്മുടെ ഉള്ളിലാകുമ്പോൾ നമ്മൾ കർത്താവിനെയാണ് കൂടുതൽ ആസ്വദിക്കുന്നത്. കർത്താവിനെ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, കർത്താവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് അനുഭവിക്കാൻ പറ്റും. യേശു നല്ലവനാണെന്ന് നമുക്ക് ബോധ്യമാകുന്നത് അനുഭവങ്ങളിലൂടെയാണ്. നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ വരുമ്പോൾ, നമ്മുടെ വഴിമുട്ടുമ്പോൾ, നമ്മൾ പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ നമുക്ക് യേശുവിനെ ആസ്വദിക്കാൻ കഴിയും. നമുക്ക് യേശുവിനെ ഒന്ന് ആസ്വദിച്ചറിയാൻ പറ്റും. കർത്താവ് ദയാലുവെന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഇല്ലെങ്കിൽ ഇന്ന് കർത്താവോട് പറ, കർത്താവ് എനിക്ക് യേശുവിനെ ഒന്ന് ആസ്വദിക്കണം, യേശുവിനെ എനിക്കൊന്ന് അനുഭവിക്കണം എന്ന് പറയാം. ആസ്വദിച്ചിട്ടുള്ളവരോട് ഞാൻ പറയാം, നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ, നമ്മൾ വീണ്ടും വീണ്ടും ആസ്വദിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയിച്ചു തരും, നമ്മളെ മനസ്സിലാക്കി തരും. നമ്മുടെ സാഹചര്യങ്ങളെ നമുക്ക് അനുകൂലമാക്കി തരുന്ന, നമ്മുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും നമുക്ക് തരുന്ന, നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു നല്ല യേശു കർത്താവുണ്ട്. ആ യേശുവിനെ ഇന്ന് പകലും നമുക്ക് ടേസ്റ്റ് ചെയ്യാം, നമുക്ക് ആ യേശുവിനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ആ യേശുവിനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാവോ? നിങ്ങൾ ബുദ്ധിമുട്ടിലൂടെ പോകുമ്പോൾ, നിങ്ങൾ പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ യേശുവിനെ നിങ്ങളൊന്ന് ആശ്രയിച്ചാൽ, നിങ്ങൾ യേശുവിനെ ഒന്ന് ടേസ്റ്റ് ചെയ്താൽ, അല്ല നിങ്ങൾ യേശുവിനെ ഒന്ന് ട്രൈ ചെയ്താൽ, പ്രിയമുള്ളവരെ, നിങ്ങൾ വിടുവിക്കപ്പെടും. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടല്ലോ. ഇന്ന് നമുക്ക് യേശുവിനെ ട്രൈ ചെയ്യാം. യേശുവിനെ നമ്മൾ ട്രൈ ചെയ്താൽ, യേശു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആ യേശുവിൻ്റെ ആ സ്വാദ് നമുക്ക് അനുഭവിക്കാൻ കഴിയും. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ നല്ല രാവിലെ സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾക്ക് അങ്ങേ ആസ്വദിച്ചറിയാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ ആസ്വദിക്കാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നല്ലവനാണെന്ന് രുചിച്ചറിയാൻ കർത്താവ് സഹായിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയമുള്ളവരെ, യേശുവിനെ നമുക്ക് ആസ്വദിക്കാം. കർത്താവിന് വേണ്ടി ജീവിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.